ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഞ്ഞൾ കൃഷിയെ കുറിച്ചാണ്. മഞ്ഞൾ കൃഷി ചെയ്യുന്ന രീതിയും മികച്ച ഉൽപാദനവും ലാഭവും ഒക്കെ പറയുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും മഞ്ഞൾ നടേണ്ട സമയമാണ് അല്ലേ? ചിലർ ഏപ്രിൽ മാസത്തിൽ തന്നെ വിത്തിട്ടിട്ടുണ്ടായിരിക്കും, മുള പൊട്ടി വന്നിട്ടുണ്ടാവും. പലരും ഈ മഴക്കാലം ജൂൺ മാസം ജൂലൈ മാസത്തിലൊക്കെയാണ് മഞ്ഞൾ നടാറ്. എന്തായാലും മഞ്ഞൾ നടുന്ന രീതിയാണ്, പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് അല്ലേ. പക്ഷെ മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ ഉൽപാദനം കൂടുതൽ ഉണ്ടാവണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്, ആരും മിസ്സാക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു എന്താ പറയുക, ഒരു 10 ഗ്രോ ബാഗിലെങ്കിലും 10-15 ഗ്രോ ബാഗിലെങ്കിലും, സ്ഥലമില്ലാത്തവർ കേട്ടോ, മഞ്ഞൾ കൃഷി ചെയ്യണം. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. പുറത്തു നിന്നുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾക്കറിയാം, ഒത്തിരി മായം ചേർന്നിട്ട് വരുന്ന മഞ്ഞൾപ്പൊടിയാണ്. അത് കഴിക്കുന്നതിലും ഭേദം മഞ്ഞൾ നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് അല്ലേ. നമ്മൾ തന്നെ കൃഷി ചെയ്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന മഞ്ഞൾ, ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ. അപ്പോൾ ഒരു 10-15 ഗ്രോ ബാഗിൽ നട്ടാലും, അല്ലെങ്കിൽ ഒരു 2 ഏരി ചെറുതാക്കി എടുത്ത സ്ഥലമുള്ളവർ ചെയ്താലും നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാനുള്ള മഞ്ഞൾപ്പൊടി കിട്ടും. അപ്പൊ സ്ഥിരമായിട്ട് മഞ്ഞൾ വീട്ടിൽ തന്നെ നട്ട് നനച്ച് വളർത്തി വിളവെടുത്ത് നമ്മളത് കഴുകി വൃത്തിയാക്കി ആവിയിൽ പുഴുങ്ങിയെടുത്ത് ഒരു മിതമായ ലൈറ്റിൽ, സൺലൈറ്റിൽ ഉണക്കിയെടുത്ത് പൊടിപ്പിച്ചെടുക്കുന്നത് മെഡിസിൻ വാല്യൂ കൂടുതൽ കിട്ടുന്ന ഒരു മഞ്ഞൾപ്പൊടി തന്നെയാണ്. എനിക്ക് ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് മഞ്ഞൾപ്പൊടി വാങ്ങുന്നുണ്ട്. എനിക്ക് ഈ വർഷം ഒരു 100 കിലോയ്ക്ക് അധികം മഞ്ഞൾപ്പൊടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കൃഷി രീതിയുടെ അനുഭവം വെച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. മഞ്ഞൾപ്പൊടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പർ വെക്കാം. ആർക്കെങ്കിലും അയച്ചു തരണമെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരാം. നല്ല പ്യുവർ ഓർഗാനിക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇനി വീഡിയോയിലോട്ട് പോവാം. മഞ്ഞൾ കൃഷിക്ക് ഞാൻ മണ്ണൊക്കെ കളച്ച് മറിച്ച് റെഡിയാക്കി കുഞ്ഞു കുഞ്ഞു കുഴികൾ അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏരിയയിൽ തന്നെ 4 കുഴികൾ വെച്ചാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അങ്ങനെ അതിന് ശേഷം നമ്മൾ കക്കയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കക്കയുടെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പ്രാവശ്യം മഞ്ഞൾ കൃഷിക്ക്. അത് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ഒരു കൃഷി ഓഫീസർ മോഹൻ സാറ് കൊടുത്തു വിട്ടതാണ് എനിക്ക് പച്ചക്കക്ക പൊടിച്ച, അവർക്കൊരു യൂണിറ്റ് ഉണ്ട്, പൊടിച്ചു തന്നത്. അതിനുശേഷം നമ്മൾ ഈ കുഴികളിൽ ചവറാണ് ഇട്ടിരിക്കുന്നത്. ഓരോ കുഴികളിലും അത്യാവശ്യത്തിന് ചവറുകളൊന്നും വീട്ടിൽ ആരും വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അപ്പൊ അതൊക്കെ ഇതിനകത്ത് ഓരോ കുഴികളിലും കുറച്ച് കുറച്ചായിട്ട് ചവറ് ഇട്ട് വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. നല്ല പോലെ കാണണം. കണ്ടിഞ്ഞ് ഇത് ഇപ്പൊ ഈ കുഴികളിലൊക്കെ ഞാനിനി മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഓരോ കുഴികളിലും മഞ്ഞൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ചവറിട്ട കുഴികളിൽ മഞ്ഞൾ ഇട്ടിരിക്കുകയാണ്. മഞ്ഞളിന് ഈ സമയമാകുമ്പോഴേക്കും, നമ്മൾ നടേണ്ട സമയമാകുമ്പോഴേക്കും എന്തായാലും ഇതിന്റെ മുള വരും, കണ്ടില്ലേ മുളച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കുഴികളിൽ, ഓരോ കുഴികളിലും ഇങ്ങനെ ഓരോ മഞ്ഞൾ 2 അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2-3 ഒക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഓരോ കുഴികളിലും. ഈ ചവറ് ഒരു കാരണവശാലും ആരും കത്തിച്ച് കളയരുത്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മണ്ണിനെ നല്ല എന്താ പറയാ, കൂടുതൽ വളക്കൂറുള്ളതാക്കി തീർക്കാനായിട്ട് ഈ ചവറിന്, ചവറുകൾക്ക് കഴിയും. നല്ല നീർവാർച്ച സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും, കണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ഈ മഞ്ഞളിന്റെ മുകളിൽ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല നൈസായിട്ടുള്ള ചാണകപ്പൊടിയാണ് ഓരോ കുഴികളിലും മഞ്ഞളിന്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മഞ്ഞൾ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഓരോ കുഴികളെടുത്ത് അതിൽ പച്ചക്കക്കപ്പൊടികൾ ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചവറിട്ടു, ചവറിന്റെ മുകളിൽ മഞ്ഞൾ വെച്ചു, മഞ്ഞളിന്റെ മുകളിൽ ചാണകപ്പൊടി നിറച്ചു. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ സൈഡിലുള്ള മണ്ണ് പതുക്കെ ഇതിന്റെ മുകളിലേക്ക് നൈസായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഒരുപാട് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പതുക്കെ അതിന്റെ ചുറ്റുമുള്ള മണ്ണുകളും എല്ലാം ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് തട്ടി കൊടുക്കണം. ഇത്രയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എപ്പോഴും നമ്മൾ പ്യുവർ ഓർഗാനിക് മഞ്ഞൾപ്പൊടി, അതും നമ്മുടെ വീട്ടിലുണ്ടായും നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇഷ്ടപ്രകാരം മഞ്ഞൾപ്പൊടിയാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചവറിട്ട് നിറയ്ക്കുകയാണ്.
മാക്സിമം ചവറുകൾ എല്ലാത്തിന്റെ മുകളിൽ കൂടെ ഇപ്പൊ മണ്ണിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് മണ്ണിട്ട് കൊടുത്തില്ലേ, അപ്പൊ അതിന്റെ മുകളിൽ കൂടെ വീണ്ടും നമ്മൾ ചവറുകൾ മാക്സിമം ചവറുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ മഞ്ഞള് മുളച്ച് വരുന്നതിനനുസരിച്ച് ഈ ചവറ് അതിൽ കമ്പോസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചവറുകൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടല്ലോ. അപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ചവറുകളൊക്കെ അടിച്ച് കോരി ഓരോ ചാക്കുകളിലാക്കി നിറച്ച് വെച്ചാൽ ഇങ്ങനെ ഓരോ ഗുണങ്ങളുണ്ട്. ഒരിക്കലും ചപ്പ് ചവറുകൾ നമ്മൾ തീയിട്ട് കളയരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇത് മുഴുവനായി നിറച്ചു കൊണ്ട് വരണം ചവറിട്ടിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ഞൾ കൃഷി. നമ്മൾ ഒരുപാട് ചെലവില്ല ഇത് കൃഷി ചെയ്യാനായിട്ട്. എന്നാൽ ഒരുപാട് പൈസ ലാഭവും കിട്ടും. ആരോഗ്യത്തിന് നല്ലതുമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളായാലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് മഞ്ഞൾപ്പൊടി. മാക്സിമം എല്ലാവരും നമ്മുടെ സ്വന്തം സ്ഥലത്ത് പറ്റിയാൽ ഗ്രോ ബാഗിൽ ഒക്കെ മഞ്ഞൾ കൃഷി ചെയ്ത് ഫുള്ളായിട്ട് ഞാൻ ചവറിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എൻ്റെ ഫോൺ നമ്പറിൽ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് വിളിക്കാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞു തരും. കണ്ടല്ലോ. അപ്പൊ അതാ ഫുള്ള് ഞാനിതിൽ ചവറ് നിറച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇനി കസ്തൂരി മഞ്ഞൾ നടണം. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മഞ്ഞൾ കൃഷി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ മൊത്തത്തിലെ ചവറൊക്കെ അതിന് മുകളിൽ നിരത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ അതിൽ ഇനി കമ്പോസ്റ്റ് ആവും. അത് മുളച്ച് വലുതായി വരുന്നതോടുകൂടി ആ ചവർ അതിൽ കമ്പോസ്റ്റ് ആവും. പിന്നീട് നമുക്ക് അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വിതറി കൊടുത്ത്, എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ വിതറി കൊടുത്ത് മണ്ണ് കയറ്റി കൊടുത്താൽ പിന്നെ ഒന്നും ചെയ്യണ്ട. അടുത്ത വർഷം 9 മാസം അല്ലെങ്കിൽ 10 മാസമാണ് മഞ്ഞൾ വിളവെടുക്കേണ്ട സമയം. തിരക്ക് കൂട്ടി ആരും വിളവെടുക്കേണ്ട കാര്യമില്ല. 9 മാസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് മഞ്ഞൾ വിളവെടുക്കാനായിട്ട്. അപ്പം മികച്ച വിളവ് തന്നെ കിട്ടും. അപ്പം എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഓർഗാനിക് കൃഷി രീതിയിലേക്ക് ഇറങ്ങി വരണം. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അത് ടേസ്റ്റോടുകൂടി കഴിക്കണം, മറ്റുള്ളവരെ നമ്മളെ കഴിപ്പിക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായി, ഒരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.